പ്രൊഫസർ ബി ജയരാജ്, എന്താണ് സംഭവിക്കുന്നത്? ഇത് ഈ SFIയുടെ ഈ കാടത്തം എത്ര നാൾ സഹിക്കണം? മാതാപിതാക്കൾ നെടുമങ്ങാടുണ്ട്, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വന്തം മകനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഇത് അറിഞ്ഞിട്ടും SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, മേനി നടിക്കുകയാണ്, ഞങ്ങൾ 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ആർക്ക് വേണം SFIയുടെ സസ്പെൻഷൻ? ഇതിന് മറുപടി പറയണം. ആർഷോയും കൂട്ടുകാരും ചെല്ലണം നെടുമങ്ങാട്ടെ വീട്ടിൽ. ധൈര്യമുണ്ടോ അവർക്ക് അവിടെ പോയി മാപ്പപേക്ഷിക്കാൻ? തീർച്ചയായിട്ടും അതിക്രൂരമായ ഒരു സംഭവം, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിന് നമ്മൾ ആൾക്കൂട്ട വിചാരണ എന്നോ റാഗിംഗ് എന്നോ ബുള്ളിങ് എന്നോ എന്ത് പേരിട്ട് വിളിച്ചാൽ തന്നെയും ഒരു ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് റയാന്റെ ബന്ധു സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. സിദ്ധാർത്ഥിന്റെ ബന്ധു സംസാരിച്ചാൽ ഞാൻ സസൂക്ഷ്മം കേട്ടോണ്ടിരുന്നതായിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. സത്യത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ വിവരങ്ങളാണ് അദ്ദേഹം മറ്റു പലരിൽ നിന്നും അറിഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ വെളിവാക്കിയത്. ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും, ഞാനിതിപ്പം ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ സംഘടന SFI എന്ന് പറയുന്നു, ABVP ആണെങ്കിലും SFI ആണെങ്കിലും KSU ആണെങ്കിലും മോണോപ്പൊളി ചെയ്യുന്നത് വലിയ അപകടങ്ങളിലേക്ക് പോകുന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണിത്. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് ഒരു ക്യാമ്പസിൽ ഉണ്ടാവുക, ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് ഒരു രാജ്യത്തുണ്ടാവുക, ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് സംസ്ഥാനത്തുണ്ടാവുക, അതെല്ലാം സ്വേച്ഛാധിപത്യത്തിലേക്കും ഇതുവരെയുള്ള അതിക്രൂരതകളിലേക്ക് നയിക്കുമെന്നുള്ളതിന്റെ ഒരു വിരൽ ചൂണ്ടിയാണ് ഈ ചെറുതെന്ന് പറയാൻ പറ്റില്ല, അതിഭീകരമായ ഈ അനുഭവം. പിന്നെ ഈ വിചാരണയും മർദ്ദനവും, പലപ്പോഴും നമ്മൾ ഇത്തരം കുട്ടികളെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ 15 പേര് ചെയ്തു, 150ഓളം കുട്ടികൾ കണ്ടോണ്ടിരുന്നു. ഈ 150ഓളം കുട്ടികളിൽ ഒരാൾ പോലും എന്തുകൊണ്ടാണ് മൊഴി കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്നാണ് അതിന് സമൂഹ മനഃശാസ്ത്രത്തിൽ പറയുന്നത്. കാരണം വേറെ അടുത്ത് നിൽക്കുന്ന ആൾ ഫോൺ വിളിച്ച് പറയും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആൾ മൊഴി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ഒരു ഒഴിവാകുകയും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു സാധനം അവർക്ക് ഇല്ലാതാവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം വിവരങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത്. അത് മാത്രമൊന്നുമല്ല സാർ, എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. താങ്കൾ ഒരു പ്രൊഫസറാണ്, സൈക്കോളജി പ്രൊഫസറാണ്, അത് ഞാൻ മാനിക്കുന്നു. പക്ഷേ ഇത് SFIയെ പേടിച്ചിട്ടാണ് സാർ. SFI ആരാണെന്ന് അറിയാമല്ലോ. ആ കാടത്ത് മകളെ കാണിക്കും. അവർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അവർക്ക് താമസം വിട്ട് വെളിയിൽ പോകാൻ പറ്റില്ല, അവർക്ക് വീട്ടിൽ പോയി അവരുടെ അച്ഛനെയും അമ്മയും കാണാൻ പറ്റില്ല. ആ ഭീഷണി അവിടെ നിലനിൽക്കുകയാണ്. ഇതിനകത്ത് ആരും ഒളിച്ചോടുന്നില്ല. ഞാൻ SFIയെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ആളല്ല. ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ ഒരു കൊലപാതകം SFI എന്നല്ല ഏത് സംഘടന കാണിച്ചാലും അതിനെ ന്യായീകരിക്കുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് താങ്കൾ എന്നെ മുദ്ര കുത്തരുതേ. ആദ്യമേ ഞാനാണ് പറയുന്നത്. ഇതിനെ വളരെ സത്യസന്ധമായിട്ട് ഇതിനെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് SFIക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ SFIക്കാർ മാത്രമാണെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നിയമ നടപടി ഉണ്ടാവണം. അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കൊടുക്കണം. ഇത് ഒരു കൈചൂണ്ടിയാണ്. ഇനിയൊരു അനുഭവം ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു പൂമട്ട് പോലും വാടാൻ പാടില്ല. കാരണം ഇവരോട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു കുട്ടി പറയുന്നത് അവന്റെ പേര് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവന്റെ അച്ഛന്റെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ, അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അടുത്ത ആൾ പറയാം, ഞാൻ അവനെ ബെൽറ്റ് കൊണ്ട് ഒരു തവണ അടിച്ചതേ ഉള്ളൂ, അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ 15 പേരും ചെലുത്തുന്ന സ്വാധീനം, ഈ 15 പേരും ഈ ഒരു കുട്ടിയുടെ പുറത്താണ്. ഈ 15 പേരുടെ ക്യുമുലേറ്റീവ് എഫക്ട് എന്ന് പറയുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനോ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം റാഗിംഗ് കേസുകളിൽ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ ഓരോരുത്തരും ചെറിയ കുറ്റമാണ് ചെയ്യുന്നത്. പക്ഷേ ക്യുമുലേറ്റീവ് എഫക്ട് എന്ന് പറയുന്നത് അതിഭീകരമാണ്. അത് കുട്ടികൾ മനസ്സിലാക്കത്തിടത്തോളം കാലം, അത് കുട്ടികളെ കുറിച്ച് ബോധവാന്മാരെ കത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇതിനെ റാഗിംഗ് ആയിട്ട് കാണാൻ പറ്റില്ല സാർ. ഇത് റാഗിംഗ് അല്ല, ഇത് റാഗിംഗ് അല്ല. ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് പോലുമല്ല, ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് പോലുമല്ല, സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് അല്ല, സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. SFI എന്നുള്ള പ്രസ്ഥാനത്തോട് കുട്ടി താമസിച്ചിട്ടില്ല, പുറത്തായിരുന്നു. ആയിക്കോട്ടെ, എന്നാലും അവിടെ ഒരു വർഷത്തെ പരിചയമുള്ള ഒരു സ്റ്റുഡന്റ് അല്ലേ? ഹോസ്റ്റലിലുണ്ടാകുന്ന അനുഭവങ്ങളാണ്. അല്ലല്ല, ഈ കുട്ടിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഈ കുട്ടിക്ക് SFIയോട് വലിയ താല്പര്യം തോന്നിയില്ല. അന്ന് കുട്ടികൾ ഓടുന്ന സൂപ്പർ ഫാസ്റ്റിന്റെ അവിടെ അന്ന് വിദ്യാർത്ഥി ഐക്യമാണ്. അന്ന് അവിടെ വിദ്യാർത്ഥി ഐക്യമാണ് ഒരു യൂണിയനേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി ഐക്യം എന്ന് പേരിട്ട് വിളിക്കുകയും അവിടെയുള്ള കുറെ വർഷങ്ങളായിട്ട് അവിടെ റിസർച്ച് ചെയ്യുകയും മറ്റു ചെയ്യുന്നവരൊക്കെ അവിടെ ഇതിന്റെ നേതാക്കന്മാരെ ചമഞ്ഞ് നടക്കുകയും ചെയ്യുന്നത്. അവിടെ ഇൻഡിവിജ്വൽ രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. അവിടെ അതിമൃഗീയമായ റാഗിംഗ് ആയിരുന്നു ഞാൻ പഠിക്കുന്ന വർഷങ്ങളിൽ.
നിങ്ങൾക്ക് ഇപ്പൊ ആ വർഷങ്ങളിൽ അവിടെ പഠിച്ച 98 കാലങ്ങളിൽ അവിടെ പഠിച്ച കുട്ടികളോട് അന്വേഷിച്ചാൽ മനസ്സിലാവും. എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യൻ റോഡിലേക്ക് സൂപ്പർ ഫാസ്റ്റിന് മുമ്പിലേക്ക് ഓടിപ്പോയി. കഷ്ടിച്ചാണ് അവൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അന്നൊരു രക്തസാക്ഷി ഉണ്ടാവുമായിരുന്നു. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റാഗിംഗ് അനുഭവങ്ങൾക്കും ഞാൻ പലപ്പോഴും ഞാൻ വിധേയനായിട്ടില്ലെങ്കിലും ഞാനിത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ റാഗിംഗ് തടയുക എന്നുള്ളത് SFIയുടെ ഒരു കർത്തവ്യം കൂടിയാണ്. അല്ലല്ല, SFIയുടെ പ്രഖ്യാപിതമായ SFIയുടെ നിലപാടുകളിൽ ഒന്നാണ് റാഗിംഗ് തടയുക എന്നുള്ളത്. ശരി, നരനായാട്ടാണ് ഇവിടെ നടന്നത്. SFIയുടെ പ്രഖ്യാപിതമായ നയങ്ങളിൽ ഒന്നാണ് റാഗിംഗ് അനുവദിക്കില്ല എന്നുള്ളത്. ആ SFI തന്നെയാണ് റാഗിംഗ് എന്നുള്ള പേരിൽ ഈ പേക്കൂത്ത് മുഴുവൻ അവിടെ നടത്തിയത്. ഇത് റാഗിംഗ് ഒന്നുമല്ല, ഇത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി SFIയിൽ പ്രവർത്തിക്കാതിരുന്നതിന്റെ പ്രതികാരം തീർക്കുകയായിരുന്നു. ശ്രീ